നമ്മൾ രാവിലെ എണീച്ചിട്ട് ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ തന്നെ വേൾഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഫിലിം സിറ്റി, അതായത് രാമോജി ഫിലിം സിറ്റി കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോകുന്ന വഴിയാണ് ഈ ഒരു ടീ ഷോപ്പിൽ കയറിയിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുക. എന്താ പറയുക, അവരുടെ റൈഡിങ് സ്പേസിലും കൂടെ വഴി കയറിയിട്ടുണ്ടാവുന്ന ഹൈവേ കൂടി ഞാനിപ്പോൾ ഉള്ളത് വേൾഡിലെ ലാർജസ്റ്റ് ഫിലിം സിറ്റി ആയിട്ടുള്ള ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിലാണ്. അപ്പൊ ഇന്നത്തെ ഒരു എക്സ്പ്ലോറിങ് അവിടെയാണ്. അപ്പൊ ബാ, ഇതിനകത്ത് കയറുമ്പോഴത്തേക്കും ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ലേഡീസ് വേറെ ജെൻസ് വേറെ ആയിട്ടുള്ള ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ടിക്കറ്റ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട് അവർ ഈ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട പോലത്തെ ബസ്സിൽ നമ്മളിങ്ങനെ കയറ്റി കൊണ്ടുപോകും കേട്ടോ. ആ കയറ്റി കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ ഓരോരോ സെറ്റുകൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത്, അതിൻ്റെ അത് ഗൈഡ് ഉണ്ടാവും, എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഈ കാണുന്നത് ജയ്പൂരിൻ്റെ സെറ്റാണ് കേട്ടോ. ജയ്പൂരിൽ നമ്മൾ പല പടങ്ങളിലും കാണുന്ന ഷോട്ടുകൾ ചിലത് അവിടെ എടുക്കാൻ പറ്റാണ്ട് വരുമ്പോഴാണ് അവർ ഈ ഒരു സ്പേസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ആ വഴി കയറി മെയിൻ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇതുപോലത്തെ ഓപ്പൺ ബസ്സിലാണ് പിന്നീടുള്ള കാഴ്ചകൾ അവർ നമ്മളെ കാണിച്ചു തരാം. ഈ കാണുന്ന സ്ഥലമൊക്കെ ഉണ്ടോ, ഡേട്ടി പിക്ചറിലെ ഉല്ലാല സോങ്ങും അയ്യേല പൃഥ്വിരാജും റാണി മുഖർജിയുടെ സോങ്ങൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമുണ്ട്. ഇപ്പോൾ ഈ പോകുന്നതാണ് കേട്ടോ മുംബൈയുടെ സെറ്റ്. മുംബൈയുടെ ചോർ ബസാറും ആ തെരുവും ഒക്കെയാണ് ഈ കാണുന്നത്. ഇത് RR മൂവിയിൽ കാണിക്കുന്നുണ്ട് ഈ മസ്ജിദൊക്കെ. പിന്നെ ഇന്ത്യ ഗേറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഈ കാണുന്ന സെറ്റുകളാണ് കേട്ടോ. നമ്മൾ സിനിമയിൽ കാണുമ്പോൾ വിചാരിക്കും ഇതെല്ലാം ഒറിജിനൽ ആണെന്ന്. എല്ലാ സ്ഥലത്തും പോയി അവർക്ക് കവർ ചെയ്യാൻ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ ആ ഒരു സ്പേസിൽ അവർ ഈ രാമോജി സിറ്റിയിലാണ് ഫിലിമുകൾ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്ത സമയത്തും അവിടെ എന്തോ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വണ്ടിയും ക്യാരവാനൊക്കെയാണ് ഈ കാണുന്നത്. എന്തായാലും രാമോജി ഫിലിം സിറ്റി ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു പ്രൈസിന് വേർത്ത് ആണോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. നിങ്ങളിത് നേരിട്ടും ചെന്ന് കാണാം, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് കണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് എന്തോരം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വേർത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുക? അപ്പോൾ ഇതൊന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കൂട്ടോ. ഈ കാണുന്ന വീട് കണ്ടോ, ഇതാണ് നമ്മുടെ ചന്ദ്രമുഖിയിലെ ഡാൻസർ ആയിട്ടുള്ള ആളില്ലേ, അയാൾ താമസിക്കുന്ന വീടായിട്ട് കാണിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. बारे में थोड़ा जनरल इंफॉर्मेशन देते, जरा ध्यान से सुनिए। ജയിലായിട്ടും മെന്റൽ ഹോസ്പിറ്റലായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്.
മഹാഭാരതം ഷൂട്ട് ചെയ്ത സെറ്റാണ് ഈ കാണുന്നത്. രാമോജി ഫിലിം സിറ്റിയിലാണ് അതിന്റെ മെയിൻ ഷൂട്ടുകളൊക്കെ ചെയ്തിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഇവര് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കാണുന്ന പോലെ മിനിയേച്ചർ അവർ ആദ്യമേ സെറ്റ് ഉണ്ടാക്കും, എന്നിട്ട് അത് ഡയറക്ടറിനെയും ബാക്കിയുള്ള ആളുകളെയൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടാണ് മെയിൻ സെറ്റ് അവര് നിർമ്മിക്കുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ സെറ്റുകളും ചെയ്യുന്നത്. ഇവിടുത്തെ മാത്രമല്ല, സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ഇങ്ങനെയാണെന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഇതിന്റെ അകത്ത് വരുമ്പോഴത്തേക്ക് ഇവര് ബാഹുബലിയിലെ സോങ്സ് പ്ലേ ചെയ്യും. സോ ഇപ്പൊ ഭയങ്കര ഗൂസ് ബംസ് ആണ് നമുക്ക് ആ ഒരു ഫിലിമിന്റെ സെറ്റില് വരുമ്പോ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഫീല് കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് റിയൽ ആ ബാഹുബലി ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് കേട്ടോ. ഭയങ്കര മൊമെൻ്റാണ്. നമ്മളിത് നമ്മളെ ഫിലിമിൽ മാത്രം കണ്ടൊരു സ്ഥലമല്ല, അത് നേരിട്ട് വന്ന് കാണുമ്പോൾ സെറ്റ് എങ്ങനെയാണ് ഇട്ടിരിക്കുന്നതെന്നും എങ്ങനെയാണ് അവർ ഗ്രാഫിക്സ് ഉപയോഗിച്ച് നമ്മളിലേക്ക് അത് എത്തിക്കുന്നതെന്നും ഒക്കെ നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സ്പോട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ്. പുറത്തുള്ള ഫുഡ് കയറ്റൂല. അത് നീ നോക്കി ഇതിന്റെ ബാക്കിൽ വാൾദേവന്റെ പ്രതിമ ഇതൊക്കെ നമുക്ക് ഓർമ്മ വരും. ഇപ്പൊ നമ്മൾ അടുത്ത ബസ്സിൽ കയറി എത്തിയിരിക്കുന്നതാണ് യൂറോപ്യൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. പല സിനിമകളിലും തമന്നയുടെയും ധനുഷിന്റെ ഒക്കെ പാട്ടിൽ ശ്രദ്ധിച്ചാൽ ഉണ്ടാവും ഈ ഒരു സ്ട്രീറ്റ് ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട്. പല സിനിമകളിലും ഉണ്ട്. നമുക്കൊരു പുറത്ത് ചെന്നൊരു ഫീലാണ് ഈ ഒരു സ്ട്രീറ്റിൽ നമുക്ക് കിട്ടുക. അത് കഴിഞ്ഞിട്ട് മൂവി മാജിക്കും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. आपके सामने देखिए ब्लू कलर की दीवार लिखा है ना, उसी दीवार का नाम है ब्लू क्रोमा स्क्रीन। उसी को मदद से कोई भी डेस्टिनेशन इधर चेंज कर सकते हैं, कोई भी कैरेक्टर क्रिएट कर सकते हैं लाइक अवतार. ఇలాంటి టెక్నాలజీ యూజ్ చేసి మనం ఎలాంటి ప్రదేశాన్ని ఇక్కడ క్రియేట్ చేయవచ్చు షూటింగ్స్ కోసం. और इसी टेक्नोलॉजी की मदद से क्रिस सी बॉक्सर सुपरमैन स्पाइडरमैन अवतार Jungle Book movies were using this kind of technology only. Now observe our artist carefully. He is lifting the chair up. You can see as a rock on these two LED screens. Because the chair also has the same sensors on it, because of that only you can able to see as a rock. This രാമോജി ഫിലിം സിറ്റിയുടെ ഓരോ ഷൂട്ടിംഗ് സെറ്റുകളാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ബംഗ്ലാവും നമ്മൾ പല സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഈ സെറ്റൊക്കെ അടിപൊളിയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഫോട്ടോ സ്പേസ് ആണെല്ലാം നല്ല രസമാണ്. നമ്മൾ മൂവിയിൽ മാത്രം കണ്ടിട്ടുള്ള ഈ സാധനമൊക്കെ നേരിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ വരുമ്പോൾ കിട്ടും. എന്തായാലും ആ ഒരു പ്രൈസിന് പോത്താന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം ഇവിടെ കാണാനുണ്ട് അതനുസരിച്ചിട്ട്. ഫ്ലൈറ്റിൽ പോവാത്തവർക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ഞാൻ ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുള്ളത് എനിക്ക് അങ്ങനെ വലിയ ഫീലൊന്നും തോന്നണില്ല. പക്ഷെ ഇത് സെറ്റൊക്കെ അടിപൊളിയാട്ടോ. ഇത് അവർ കുറച്ച് ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. ഈ ഒരു സാധനം ഒറിജിനൽ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നു. ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഇപ്പൊ ഇതുവരെ കണ്ടത് വെച്ചിട്ട് എല്ലാം അടിപൊളിയാണ്. ഇതത്ര വലിയ സംഭവമായിട്ടൊന്നും അങ്ങനെ തോന്നിയില്ല. ഒറിജിനൽ ട്രാവൽ ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെ വലിയ എഫക്റ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. ഇപ്പൊ നമ്മൾ നടന്ന് ജയ്പൂർ എത്തി. നടന്നല്ല, ബസ്സിലാണ് കേട്ടോ. ഓരോ സ്ഥലം കണ്ടു കഴിയുമ്പോഴും ബസ് അപ്പുറത്തെ വഴി കൂടെ വരും. ഓരോരോ ബസ്സിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നല്ല രസമാണ്. ഇവിടെ ഒരു രീതിയും നമ്മളിങ്ങനെ ഓരോ ഏരിയസ് കാണിക്കുന്ന ഓരോ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് കാണാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഇതുപോലെ മിനിയേച്ചർ അവർ ഉണ്ടാക്കിയിട്ടാണ് വലിയ സെറ്റായിട്ട് അവരത് ക്രിയേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ പുഷ്പയുടെയും സലാറിൻ്റെയും മറ്റേ റോക്കി ബായില് KGF അതിൻ്റെ ഒക്കെ മിനിയേച്ചർ ഇവിടെ കാണാം. നമ്മുടെ മറ്റേ ശിവാജിയിൽ അതിൻ്റെയൊക്കെ സെറ്റ് രാമോജി ഫിലിം സിറ്റിയിലാണ് ഇട്ടിരുന്നതെന്നുള്ളത് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് വാ പൊളിക്കുന്നത്. ശരിക്കും ഞങ്ങൾ വിചാരിച്ചത് ഏതോ യൂറോപ്യൻ അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും അബ്രോഡുള്ള ഒരു കൺട്രിയിലൊക്കെ ഷൂട്ട് ചെയ്തതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു സീനറി. ഓ ഇത് കൊള്ളാം, വെള്ളച്ചാട്ടമൊക്കെ കൊള്ളാം. ഒരു രക്ഷയില്ലാത്ത സ്ഥലമായിട്ട് ഈ മറ്റേ മറ്റേ പറയാം, നമ്മൾ ചൈനയിൽ ജപ്പാനിലൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ ഒരു ബുദ്ധിസ്റ്റിന്റെ ആ ടെമ്പിൾ വൈബ് അല്ലെങ്കിൽ ആ വൈബ്, ഇവിടുത്തെ ആ ഒരു സൗണ്ട് ട്രാക്ക് ഒക്കെ ഭയങ്കര വൈബാട്ടോ. എന്തായാലും നിങ്ങളിവിടെ വരണം, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ശരിക്കും രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. ഇതൊക്കെ നമ്മൾ ഫോറിൻ കൺട്രീസിൽ പോയാൽ മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കൊരു അറൗണ്ട് ഒരു 1500-600 റേഞ്ചിൽ, ആ ഒരു റേറ്റിൽ നമുക്ക് ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അവിടെ ഒന്നും പോകാൻ പറ്റില്ല എന്നോർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. ഇവിടേക്ക് ഒന്ന് വരാം, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ അതിന് പറ്റിയൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് നിങ്ങൾ ഹൈദരാബാദ് വരുമ്പോഴത്തേക്കും രാമോജി ഫിലിം സിറ്റി. വൃന്ദാവനത്തിൻ്റെ ഒരു ആംബിയൻസിനൊക്കെ വേണ്ടിയിട്ട് സെറ്റിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ കാണാൻ. നല്ല രസമുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയർക്ക് മുഴുവൻ എനിക്ക് ഫോണിൽ എന്തോരം നിങ്ങൾക്ക് വേണ്ടി ക്യാപ്ചർ ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിവിടെ വരണം, ആ ഒരു ഫീൽ നമുക്ക് തന്നെ തോന്നുന്നു. ഇത് വൃന്ദാവനത്തിന് വേണ്ടി സെറ്റിട്ടിരിക്കുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാവും. അതായത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടി വരില്ല. ഈ കാണിക്കുന്ന പ്രതിമയൊക്കെ പഴയ നമ്മുടെ ആ ഷാരൂഖ് ഖാൻ്റെ സിനിമയിൽ കാണാം. നിങ്ങൾക്ക് ഇന്ന് ആലോചിച്ച് നോക്കിയാൽ കണക്ട് ആവും. അടിപൊളിയായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇത് ഇവിടെയാണോ ഷൂട്ട് ചെയ്തതെന്ന്. നിങ്ങൾ ഈ കാണുന്ന സ്ഥലം കണ്ടോ? ഇത് നമ്മുടെ ഷാരൂഖ് ഖാന്റെയും ദീപിക പദുക്കോന്റെയും ഓം ശാന്തി ഓം ഇല്ല സിനിമയുടെ സെറ്റാണ് ഈ കാണുന്നത്. ഓഫ്, ഇവിടെ വരുമ്പോൾ ആ മൂവിയൊക്കെ ഓർമ്മ വരും. ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ പോകുന്നത് മൂവി മാജിക് കാണാനാണ് കേട്ടോ. അതെന്താ എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. അപ്പോൾ അതിന്റെ ക്യാപ്ചേഴ്സ് ഞാൻ കാണിച്ചു. आ गए हैं स्टार्स पर्दे के ऊपर, दे आर ऑन द स्क्रीन. रेज द बाइक, तेज चलाइए, गाड़ी का स्पीड बढ़ाइए. रेज द बाइक. यस, नाउ लुक बैक. अभी देखिए पीछे, उतना देर मत देखिए, एक्सीडेंट हो जाएगा. लुक एट द कैमरा आल्सो. रेज द बाइक, लुक एट कैमरा प्लीज. यस, कंटिन्यू, स्विंग द बाइक. सुपर्ब, लुक बैक अगेन और एक बार पीछे देखिए. लुक एट कैमरा इमीडिएटली. वाओ, एक्सीलेंट. Rain, बारिश, वर्षा. तो दोस्तों we did one small demo on the stage here. इसी स्टेज के ऊपर डेमो बनाया है. Just you watch this demo. You will get perfect picture about the sound effects. एक बार डेमो देखिए, आप ही को मालूम होगा. Watch this. डेमो చూడండి, మీ అందరికీ అర్థమవుతుంది. എന്താ സംഭവം എന്ന് അറിയാണ്ട് പോയിട്ട് ക്യൂ നിൽക്കുവാണ് കേട്ടോ. പക്ഷെ നമ്മളെ നെട്ടിച്ചുകൊണ്ട് ഒരു സംഭവമുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന് കണ്ടു നോക്കട്ടോ.
നമ്മളിങ്ങനെ ഒരു വണ്ടിക്കകത്ത് കയറ്റി ഇരുത്തിയിട്ട് आइए मेरे साथ अर्जुन के साथ सफर करते हैं नई दुनिया का അടിപൊളി. അയ്യോ എന്ത് എക്സ്പീരിയൻസ് അജു. ഓ പൊളി പൊളി. इच्छा भी पूरी कर दूं। दिशा से शादी करना चाहता हूँ। ओ बोली बोली അലാവുദ്ദീൻ
രാമോജി ഫിലിം സിറ്റിയുടെ ഈവനിങ് ആ ഒരു ഡേ കംപ്ലീറ്റ് ആയി. അടിപൊളി എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണണം. എൻ്റെ വീഡിയോ കണ്ട് എന്തോരം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ക്യാപ്ചർ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഈ ഈവനിങ് ഇവിടെ നിന്ന് 5:30 ഇപ്പോൾ ആകുമ്പോൾ ഇപ്പോൾ ഒരു എൻഡിങ് സെറമണി ഉണ്ട്. ഒരു വോട്ട് ഓഫ് താങ്ക്സ് പോലത്തെ എന്തോ ആണെന്നാണ് എൻ്റെ ഒരു എനിക്കറിയില്ല, ഐഡിയ ഇല്ല. അപ്പോൾ എൻ്റെ ആവുകയാണ് ഇന്നത്തെ ദിവസം. പക്ഷേ ഇത് ഭയങ്കര എനിക്ക് എൻ്റെ എല്ലാ യാത്രകളും എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ഒരുപാട് എന്താ പറയുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് എന്താ പറയുക 9 to 6 hours വർക്കിന് പോയിട്ട് നമ്മളൊരു വർക്കിംഗ് വുമണായിട്ട് ഇരുന്നുകൊണ്ട് പറ്റുന്ന പോലെ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അത് ദൈവം തരുന്ന ബ്ലെസ്സിങ് ആണെന്ന് വിചാരിക്കാറുണ്ട്. എനിക്ക് ഓരോ സ്ഥലങ്ങൾ ഞാൻ പോകുന്ന ആ ടൈമിൽ ആ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പല സ്ഥലങ്ങളും പോവുക, അവിടുത്തെ ആളുകൾ, അവിടുത്തെ കൾച്ചർ, അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം അത്രയേ ഉള്ളൂ. ടയേർഡായി നല്ലോണം. ലൈറ്റും ഇല്ല, ഇരുട്ടായി. 5:30 ആയാലും എനിക്ക് തോന്നി ഇവിടെ നേരത്തെ നേരം വെളുക്കും, പെട്ടെന്ന് തന്നെ ഇരുട്ടുന്ന ഏരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഹൈദരാബാദിൻ്റെ ഭയങ്കര ഒരു സിഗ്നേച്ചറുള്ള സ്ഥലമാണ് ചാർമിനാർ പോലെയുള്ള ഒരു എന്താ പറയുക വേൾഡിലെ ലാർജസ്റ്റ്, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയാണ് ഇന്ന് ഞാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഹൈദരാബാദ് വിസിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഇവിടെ വരാം, ഇതൊക്കെ ഒന്ന് കാണാം, എൻജോയ് ചെയ്യാം. చార్మినార్ సందర్శకులకు ఒక ముఖ్య గమనిక. ఇచ్చట పిక్ పాకెట్లు మరియు మొబైల్ దొంగలు ఉన్నారు కావున మీ వస్తువుల ചാർമിനാറിലെ നൈറ്റ് ഷോപ്പിങ്ങും നൈറ്റ് വ്യൂ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഫോണും മൊബൈൽ ഫോണൊക്കെ എന്തായാലും സൂക്ഷിക്കണം. കാരണം അത്രയും ഇവിടെ വിളിച്ച് പറയുന്നുണ്ട് പിക് പോക്കറ്റിങ്ങും ഹാൻഡ് ബാഗ് പേഴ്സൊക്കെ അടിച്ചു മാറ്റുന്ന ഒരു ഇതുണ്ട് ഇവിടെ, ഫോണ് ഒക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളിവിടെ വരുമ്പോഴത്തേക്ക് സൂക്ഷിക്കണം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം ഇവിടെ വന്നതിനാൽ ഷോപ്പിങ്ങിൻ്റെ ഭയങ്കര ഒരു കേന്ദ്രമാണ് ഇവിടെ. എന്താ കിട്ടാത്തതെന്ന് നോക്കേണ്ടി വരും, അത്ര സാധനങ്ങളുണ്ട്. അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിയാമെങ്കിൽ ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ എടുക്കാം കേട്ടോ. ജ്വല്ലറീസ് ആണെങ്കിലും ക്ലോത്ത് ആണെങ്കിലും ഒക്കെ എടുക്കാം. చార్మినార్ సందర్శకులకు చార్మినార్ సందర్శకులకు ఒక ముఖ్య അതൊരെണ്ണം വാങ്ങിക്ക്. ചാർമിനാറിൻ്റെ അടുത്തുള്ള ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് സ്റ്റൈല് ബിരിയാണി പിന്നെ കബാബും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഫുഡ് ടേസ്റ്റ് നല്ലൊരു ഒതൻറ്റിക് ഹൈദരാബാദി. ഇത് നമ്മുടെ കൊച്ചിയിലൊക്കെ കിട്ടും, പക്ഷേ ഇവിടെ വന്ന് കഴിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ വന്ന് കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയത്. ഇതാണ് ഹൈദരാബാദ് സ്റ്റൈല് ചിക്കൻ ബിരിയാണി. വീഡിയോ എടുത്താലും തീയിലട്ട അത്രയും ഷോപ്പുകളാണ്, തെരുവ് കച്ചവടമാണ് കൂടുതലും. അതാണ് ഇവിടെ മെയിനായിട്ട് ഉണ്ടാവുക. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ നടക്കാം. അത്രയും ഇതാണ്. ഫുഡും ഉണ്ട്, ഫുഡ് സ്പോട്ടുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടെ വരുവാണെങ്കിൽ ഇതൊക്കെ എനിക്ക് നൈറ്റ് എനിക്കൊന്ന് വെയിലുള്ള സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലാത്ത ഈവനിങ് ടൈം വരുവാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ടൈമൊക്കെ എടുത്ത് ഷോപ്പ് ചെയ്യാം. റിസർവേഷനിൽ ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ച് തിളക്കമുള്ള സാധനങ്ങളാണ് ഇഷ്ടം കേട്ടോ.
അപ്പോൾ കുറച്ച് സിമ്പിൾ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ കുറച്ചൊന്നും നമുക്ക് തപ്പേണ്ടി വരും. പക്ഷെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബ്രൈഡൽ ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നല്ല കത്തിയിൽ കിട്ടുന്ന സാധനമൊക്കെ ലെഹങ്ക മോഡൽ ചുരിദാറൊക്കെ ഇല്ലേ, എനിക്ക് എൻ്റെ പേരറിയില്ല, അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സെറ്റായിട്ട് കിട്ടും കേട്ടോ, നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ. ഹൈദരാബാദിലെ തെരുവുകളിൽ നമ്മളെ കൊച്ചിയിലൊന്നും ഇങ്ങനെ ഇത്രയും ഡ്രസ്സുകൾ കാണില്ല. ഞങ്ങളിതിൻ്റെ അകത്ത് കൂടെ നടക്കുന്നത്. ഡോക്ടർ VR അംബേദ്കറിന്റെ പ്രതിമ ഇൻ ഹൈദരാബാദ്. അങ്ങനെ ഡേ 2 എൻഡ് ആവുകയാണ്. അപ്പോൾ നമ്മൾ നാളെ തിരിച്ചു പോവും. അപ്പോൾ മോർണിംഗ് കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗോൽക്കൊണ്ട ഫോർട്ടിലേക്കാണ്, ഫൈനൽ ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഡേ 3 ഇപ്പോൾ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഗോൽക്കൊണ്ട ഫോർട്ടിലെത്തി. ഇവിടെ വന്നപ്പോൾ നമ്മളെ ഒട്ടും എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ വന്ന ദിവസം അതായത് വേൾഡ് ഹെറിറ്റേജ് വീക്കായിരുന്നു. സോ അത് കാരണം എൻട്രി ഫീ ഇല്ലാതെ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ഇവിടെ 25 രൂപ കൊടുക്കണം ഒരാൾക്ക്. നമുക്ക് കയ്യിൽ ബാഗേജൊക്കെ ഉണ്ടെങ്കിൽ ഇൻസൈഡ് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഒരു ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ കൊടുക്കുന്നതിന് ബാഗ് ഒരെണ്ണത്തിന് 20 രൂപ വെച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയതുകൊണ്ട് ബാഗ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അത് കാരണം 3 ബാഗ് ഉണ്ടായിരുന്നതുകൊണ്ട് 60 രൂപ നമുക്ക് ക്ലോക്ക് റൂമിലായിട്ടുണ്ട്. എൻട്രി ഫീ അപ്പോൾ അവിടെ നമുക്ക് നഷ്ടം വന്നപ്പോൾ ഇവിടെ നമ്മൾ ലാഭിച്ചു എന്ന് പറയാം. പക്ഷെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയാന്ന് വിചാരിച്ചു. നമ്മൾ നോർമലുള്ള പോലെ ഞാൻ ടിക്കറ്റ് എടുത്ത് കയറേണ്ടി വരുന്നു. പക്ഷേ ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചില യാത്രകൾ. നമ്മളിപ്പോൾ ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ അകത്ത് കയറി കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം അന്നത്തെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ സ്റ്റോർ റൂമായിട്ട് യൂസ് ചെയ്തിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. വെയിലൊരു രക്ഷയില്ല കേട്ടോ. നമ്മൾ രാമോജി ഫിലിം സിറ്റി പോയപ്പോഴാണെങ്കിലും ചൗമല പാലസ് പോയപ്പോൾ അധികം വെയിലുണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ ഒരു ഉച്ചക്ക് ടൈം കഴിഞ്ഞ കാരണം അത്രയും ഉണ്ടായിരുന്നു. എന്നാലും ഇതൊരു രക്ഷയില്ല. നമ്മൾ സെക്കൻഡ് ഡേയും തേർഡ് ഡേയും ആണ് നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ച് പോയത് കേട്ടോ. ഭയങ്കര താഴേക്ക് നോക്കുമ്പോഴത്തേക്കും, കാരണം ടോപ്പിലേക്ക് നടന്ന് കയറുന്നതോറും ഫുള്ള് ഹൈദരാബാദ് സിറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ മുകളിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇനി ടോപ്പിലായിട്ടൊരു മോസ്ക് ഉണ്ട്. ഇത് ശരിക്കും ചാർമിനാറിൻ്റെ അതേ കോപ്പിയിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇത് ക്ലോസ്ഡ് ആണ്, ഇതിൻ്റെ അകത്തോട്ടൊന്നും എൻട്രി ഇല്ല. ഗോൽക്കൊണ്ട ഫോർട്ടിൽ ഇറങ്ങിയിട്ട് നമ്മളൊരു എന്തെങ്കിലും തണുത്തത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു അടുത്തുള്ള ഓപ്പോസിറ്റുള്ള ഒരു ഷോപ്പിൽ കയറിയേക്കാട്ടോ. നമ്മുടെ അവിടത്തേൽ എനിക്ക് തോന്നുന്നു ഭയങ്കര കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഷെയ്ക്കിനൊക്കെ ഒന്നും. ഇവിടെ മറ്റേ ഫ്രഷ് ജ്യൂസ് കാര്യങ്ങളൊന്നും അങ്ങനെ കോമൺലി അവൈലബിൾ അല്ല. മിൽക്ക് ഷെയ്ക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ ലസ്സി, പിന്നെ ഐസ് ക്രഷ്, എനിക്കൊന്ന് ഈ എസെൻസ് ഒക്കെ ഇട്ടിട്ട് ഐസൊക്കെ ഇട്ടിട്ടുള്ള സാധനമാണെന്നാണ് തോന്നുന്നത്. അറിയില്ല, നമുക്ക് നോക്കാം. നമ്മൾ ഹൈദരാബാദിൽ നിന്ന് റിട്ടേൺ ബാക്ക് ടു കൊച്ചിക്ക് പോവുകയാണ്. അപ്പോൾ ഒരു 3 day and 2 night ഹൈദരാബാദ് ട്രാവൽ, അതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് ആണ് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കൂടെ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഹൈദരാബാദിൽ വരണം അല്ലെങ്കിൽ ഇവിടെ കാണണം എന്നുണ്ടെങ്കിൽ ഒരു 7,000-7,500 നിങ്ങൾക്ക് ഇവിടെ വരാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും 11,000-17,000 ആ ലെവലിൽ സ്റ്റേയും എല്ലാം കൂടെ കൂടി ഒരു പാക്കേജ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്രേൻ്റെ ആവശ്യമൊന്നുമില്ല.
നിങ്ങൾക്ക് റൂമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നല്ല അടിപൊളി റൂമാട്ടോ. ഞാനിതിൻ്റെ വീഡിയോയുടെ അകത്ത് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള പോർഷൻസിൽ റൂമിൻ്റെ ഡീറ്റെയിൽസ് ഐ മീൻ അതിൻ്റെ ക്യാപ്ചേഴ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് സ്റ്റേ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. 2 ദിവസത്തേക്ക് 1700 രൂപയാണ് നമുക്ക് സ്റ്റേക്കായത്. ഞാനങ്ങനെ അത്രയും ചീപ്പായിട്ട് നമുക്ക് കിട്ടും. അത് നല്ല മുറി, നല്ല എനിക്ക് തോന്നുന്നു പുതിയ ബിൽഡിംഗ് ആണ്, അത് പുതിയ സ്റ്റേക്കേഷനാണ്, അതായത് ഓയോയാണ്. നല്ല കംഫർട്ടബിൾ ആണ്, സേഫാണ്. നമ്മൾ സ്റ്റേ ചെയ്തുള്ള എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള മുറിയും വാഷ്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേയുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ പാക്കേജ് ഐ മീൻ റേറ്റ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ട്രാവലിൻ്റെ, അപ്പോൾ അതൊന്ന് ആ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഹൈദരാബാദിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.